ടയറിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ വാർത്താ ചാനലുകാർ പറയുന്നത്. നല്ല റോഡ് കണ്ടു കഴിഞ്ഞാൽ ആരും ഏതൊരു ഡ്രൈവറും ഒന്ന് കാല് അമർത്തി പിടിക്കണം. അത് മലയാളീസ് എന്നല്ല കേട്ടോ, ലോകത്തിലെ എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന കാര്യം തന്നെയാണത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ സുരക്ഷയാണ്. ഡ്രൈവിങ്ങിൽ നമുക്ക് സുരക്ഷകളാണ് അധികം ആവശ്യം. അനാവശ്യമായ ചിന്തയും കൊണ്ട് ആലോചനയും കൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ പുതിയൊരു വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിലെത്ര ആ സ്പീഡോ കിലോമീറ്ററിൽ കാണിക്കണ നമ്പറിൽ, അതായത് വലിയ വാഹനങ്ങൾക്കൊക്കെ 100, 110, 220 ഉണ്ടാവും. ചെറിയ വാഹനങ്ങൾക്കൊക്കെ അതിലും കൂടും. CC അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്ന് കാല് പിടിപ്പിക്കും. അപ്പോൾ നല്ല ടയർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഉള്ള ടയറുകൾക്ക് പ്രശ്നം വരില്ല. അതും ഒരു വേഗത്തിൻ്റെ ഒരു പരിധി വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ റോഡും ടയറും കൂടി ഉയർന്നു നിൽക്കും. കാരണം വായു സർക്കുലേഷൻ, എയർ സർക്കുലേഷന് ടയറിൻ്റെ ഉള്ളിലൂടെ പോവാത്തത് കൊണ്ട് ടയറും റോഡും കൂടി പൊന്തി നിൽക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കിട്ടില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ വണ്ടിയിൽ ഇടിച്ചിട്ട് ഓൻ്റെ വർത്താനം നമ്മൾ കേൾക്കണം. പിന്നെ അതിന് കൂടാതെ കേസും പണ്ടാരം കൊണ്ടും വേറെ കൊണ്ട് നടക്കണം. അപ്പോൾ അതിനേക്കാൾ നല്ല എന്താ, ഇപ്പോൾ നിങ്ങളുടെ സ്പീഡോ കിലോമീറ്ററിൽ 200 കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ 50 സ്പീഡ് പോവുക. 150 അവിടെ കിടക്കട്ടെ. 150 പിന്നെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരും. അതേപോലെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത ആലോചനകൾ, അനാവശ്യമായ ചിന്തകളിലൂടെ നിങ്ങൾ ഒരിക്കലും പോകരുത്. അത് നമുക്ക് നിർത്തേണ്ട സ്ഥലത്ത് നമുക്ക് നിർത്താൻ കഴിയില്ല. അത് എത്ര ചിന്തിച്ചാലും നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാണ്ട്. ആരും ഓട്ടം വിളിക്കണില്ലല്ലോ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ മാനേഴ്സ്, റോഡിൻ്റെ ഘടന എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്പോഴും വാഹനം കൊണ്ട് പോവുക. തിരക്കില്ലാത്ത റോഡിലൂടെ മാത്രം നിങ്ങൾക്ക് ഒരു 50, 60 പോവുക. അതിനൊരു കുഴപ്പമില്ല. പക്ഷേ അമിതമായിട്ടുള്ള ആവേശം ആപത്താണ്. അവിടെ ആക്സിഡൻറ്റ് ഉണ്ടായതിനുള്ള കാരണം ടയറിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഇപ്പോൾ വാർത്താ ചാനലുകാർ പറയണത്. അത് ടയറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനം മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ ആ വാഹനം മുഴുവനായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. 2 പേരും ചെക്ക് ചെയ്യണം. എന്തൊക്കെയാണ് ആ വാഹനത്തിൻ്റെ പ്രശ്നം, എന്തൊക്കെയാണ് അതിനുള്ള കണ്ടീഷൻസ്, എന്തൊക്കെയാണ് അതിനുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ, ഏതൊക്കെയാണെന്നൊക്കെ അന്വേഷിക്കണം. അന്വേഷിക്കാതെ ചെയ്തുകൊണ്ട് മാത്രമായിട്ടുണ്ടാവും. പിന്നെ അമിതമാനം കയറ്റിയെന്നാണ്. അമിതമാനം എന്ന് പറഞ്ഞാൽ 5 ആൾ കയറേണ്ടടുത്ത് 11 ആൾ കയറി. ആ 11 ആൾ കയറിയപ്പോൾ വണ്ടിയുടെ ബാലൻസ് പോയിട്ടുണ്ടാവും. അത് ശരി തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടവേര പറയുമ്പോൾ മുന്നിൽ 2 പേര്, ഡ്രൈവറും പിന്നെ ആ സൈഡിൽ 5 പേര് കയറേണ്ട വാഹനത്തിൽ 11 പേര് കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ആ വാഹനത്തിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. അതാ മുന്നിൽ പോണത് വലിയൊരു വാഹനം, ലോറിയാണ്. ആ ലോറിക്ക് ഏകദേശം 17 ടണ്ണ് 18 ടണ്ണ് വരെ കയറ്റാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അതിൽ 25 ടണ്ണ് കയറി കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിന് എന്താ പറയുക, ജീവൻ ഉണ്ടാവുമോ? ജീവൻ ഉണ്ടാവില്ല. ജീവൻ പോയിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. പിന്നെ അത് മാത്രമല്ലേ, മഴ പെയ്യുമ്പോൾ ഗ്ലാസുകൾ മുഴുവൻ പൊന്തിച്ചിട്ടാവും ഇവർ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തണുപ്പും ഉണ്ടാവും, അല്ലെങ്കിൽ ഉള്ളിൽ ചൂടും പുറത്ത് തണുപ്പുമാണ്. കാരണം മഴ പെയ്യുമ്പോൾ പുറത്ത് തണുപ്പല്ലേ വരിക. അപ്പോൾ ഇവരെ ശരീരത്തിൻ്റെ ഈ 11 പേരെ ചൂടുണ്ടാവും അതിൽ, ആ വണ്ടിയുടെ ഉള്ളിൽ.
അപ്പോൾ അതും കൂടി ആയപ്പോൾ പിന്നെ അവർ സമയം കൂടി ആയിട്ടുണ്ടാവും. അതും കൂടി പറയാം. എന്തിനപ്പോൾ ഇത്ര കൂടുതൽ നീട്ടി വളച്ചു കൊണ്ടുപോണ്? അവരെ സമയമായതുകൊണ്ട് മാത്രം അവർക്ക് അങ്ങനെ ദൈവത്തിന് അങ്ങനെ വിളിക്കാൻ തോന്നി. കാരണം ഇവിടെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതി ഇരിക്കല്ലേ, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാവും. അപ്പോൾ ദൈവത്തിന് തോന്നിയിട്ടുണ്ടാവും ഇവരെ ഞാൻ വേറെ സ്കൂളിലേക്ക് അയക്കാം. അതാണ് നല്ലവരെ പെട്ടെന്ന് ദൈവം വിളിക്കും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു അർത്ഥം. നല്ല നല്ല മനസ്സുള്ളവരെ, നല്ല ഹൃദയമുള്ളവരെ ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മളെ പോലെ ഇന്നെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ദൈവത്തിന് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവർ സമയമായി, അവർ പോയി. പിന്നെ വിദ്യാർത്ഥികളല്ലേ, അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു സംഭവം ഉണ്ടാവുമല്ലോ എല്ലാം കൊണ്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. അത്ര തന്നെ അതിൽ എല്ലാം വേറൊന്നുമില്ല. പിന്നെ പരമാവധി നിങ്ങൾ സ്പീഡ് ലിമിറ്റ് ഓവറാവാതെ പോവുക. കാരണം മുന്നത്തെ വാഹനങ്ങൾ എപ്പോഴാണ് ചവിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മൾ കൊണ്ടുപോയി കുത്തിയിട്ട് പിന്നെ നിങ്ങൾ ചെയ്തതാണ് ശരി, അവർ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പീഡുണ്ട്, ആ സ്പീഡ് പോവുക. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. കാരണം റോഡിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കിടക്കണോ ഇനിയും. കാരണം ഓരോ ദിവസം വണ്ടികൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ രീതികൾ മാറും. അപ്പോൾ ആ രീതികൾ മാറാതെ വേഗത കമ്മിയാക്കിയിട്ട് പരമാവധി പോകാൻ നോക്കുക. വേഗത കമ്മിയായിട്ട് നിങ്ങൾ മരിച്ചിട്ട് പറയാൻ പോയതും അവർ മരിച്ചു പിന്നെ ധൃതിപ്പെട്ട് പോകണ്ട. റോഡിൻ്റെ കാര്യത്തിൽ കേട്ടോ, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല.